വെള്ളം ഒഴിച്ചിട്ട് കുടിച്ചാൽ മതി. നല്ല ചൂടുണ്ട് ഗൈസ്, കൈ പൊള്ളി. ഹേ ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഇന്നത്തെ വീഡിയോ എന്താണെന്ന് കണ്ടാലോ? നമുക്കിന്ന് ചായ ഉണ്ടാക്കൽ എങ്ങനെ നോക്കാം, അതും കെറ്റിലിൽ. നമുക്ക് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കിയാലോ? ഞാനിവിടെ കെറ്റിലെടുത്തിട്ടുണ്ട്, പിന്നെ വെള്ളം ആവശ്യത്തിന് നമുക്ക് വെള്ളമുണ്ട്, പിന്നെ ഇത് പാത്രമൊന്നും ഇതൊന്നും കിട്ടാതെ കൊണ്ട് ഞാൻ മറ്റേ മരുന്നിൻ്റെ ഇതുണ്ടല്ലോ അതിൻ്റെ അകത്ത് തേയിലയും പഞ്ചസാരയും കൂടെ മിക്സ് ചെയ്തുകൊണ്ട് വന്നതാണ്. പിന്നെ നമുക്ക് പ്രധാനമായിട്ട് വേണ്ടത് ഗ്ലാസ്. അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ? ബാ. അപ്പം ആദ്യം തന്നെ നമ്മൾ കെറ്റിൽ കഴുകുക. ഞാനിത് കഴുകി വെച്ചേക്കുവാണ്. ഇനി ഇതിൻ്റെ അകത്തോട്ട് നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുക്കാം. വെള്ളം ഒഴിച്ചിട്ടുണ്ട്. നമുക്ക് കെറ്റിൽ അടയ്ക്കുക. നമുക്ക് ഇവിടെ ഒരു സ്വിച്ച് ഉണ്ട്, ഈ സ്വിച്ച് അങ്ങോട്ട് അമർത്തി കൊടുക്കുക. നമുക്ക് നേരെ ഇലക്ട്രിക്കിലേക്ക് വയ്ക്കാം. വാ. പിന്നെന്ന് വെച്ചാൽ നമ്മൾ ഈ സാധനം ഇതിൻ്റെ അറ്റത്തേക്ക് കുത്തുക, ഇതിൻ്റെ വള്ളി എടുത്ത് ഇങ്ങോട്ട് കുത്തിയിട്ട് ഓണാക്കുക. അപ്പോൾ അതിവിടെ കണ്ടില്ല, ഒരു റെഡ് ലൈറ്റ് കത്തും. നിങ്ങൾ കാണുന്നില്ല ഗൈസ് ഈ റെഡ് ലൈറ്റ്? അപ്പോൾ ഈ റെഡ് ലൈറ്റ് ഒന്ന് കത്തട്ടെ. അപ്പോഴത്തേക്കും നമ്മുടെ ഇത് തിളച്ച് വരും. ഒച്ച വെക്കുന്നുണ്ട്, തിളച്ച് വരട്ടെ. നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോഴത്തേക്കും ഗൈസ് നമുക്ക് അടുത്തൊരു പരിപാടിയുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ നമുക്ക് നമ്മുടെ ഗ്ലാസ് എടുക്കാം. ഗ്ലാസിൻ്റെ അകത്തേക്ക് തേയിലയും പഞ്ചസാരയും മിക്സ് ആയിട്ട് കൊടുക്കാം. പഞ്ചസാര മെയിൻലി കുറവായിരിക്കും, കാരണം തേയിലയും കൂടുതലുള്ളത് കൊണ്ട്. ഇത് വേണം നമുക്ക് നാളത്തേക്ക് എടുക്കാം. അപ്പോൾ ഞാൻ ഇത്രയും തേയിലയും പഞ്ചസാരയും എടുത്തിട്ടുണ്ട്. തേയില കാണാൻ പറ്റുന്നുണ്ടോ എന്ന് അറിയത്തില്ല, അടിയിൽ തേയിലയുണ്ട്. അല്ലെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ തേയില ഇട്ട് കൊടുക്കാം. നോക്കട്ടെ ഗൈസ്, തേയില വരവെങ്കിൽ നമുക്ക് തേയില ഇട്ട് കൊടുക്കാം. ഓക്കേ. എന്തായാലും ഇത് നമുക്ക് നാളത്തേക്ക് എടുക്കാം. അപ്പം നമുക്ക് നമ്മുടെ വെള്ളം തിളച്ചിട്ടുണ്ടോ എന്ന് നോക്കാം. വാ ഗൈസ്, നമുക്ക് നോക്കാം. യെസ് ഗൈസ്, നമ്മുടെ വെള്ളം തിളച്ചിട്ടുണ്ട്. ഇനി എന്തുവാ, ഇനി നമുക്ക് നമ്മുടെ സ്വിച്ച് ഓഫ് ചെയ്യാം. ഇനി നമുക്ക് എന്ത് ചെയ്യണം, ഇത് അടച്ചിട്ട് നമുക്ക് നേരെ വരുന്നില്ല ഗൈസ്. യെസ്, ഇത് വന്നു. ഇനി നമുക്ക് എന്തുവാ, നമുക്ക് നമ്മുടെ ഇതിലേക്ക് ഇങ്ങനെ ഒഴിച്ച് കൊടുക്കാം. അപ്പം ഇത്രയേ ഉള്ളൂ ഗൈസ് നമ്മുടെ ചായ. അപ്പം നമുക്ക് കുറച്ച് നേരം വെയിറ്റ് ചെയ്യാം. ആ പഞ്ചസാരയും ആ തേയിലയൊക്കെ അതിൻ്റെ അകത്തൊന്ന് മിക്സ് ആകട്ടെ. അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. എന്നിട്ട് നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം നമ്മുടെ ചായ എങ്ങനെയുണ്ടെന്ന്. അപ്പോൾ ബാക്കി വന്ന ചൂടുവെള്ളം നമുക്ക് തിരിച്ച് ഈ ഫ്ലാസ്കിൻ്റെ അകത്തേക്ക് ഒഴിച്ച് മാറ്റി വയ്ക്കാം. നമുക്ക് ഇടയ്ക്കിടയ്ക്കൊക്കെ കുടിക്കണമെന്ന് തോന്നും, ചായ കുടിക്കണമെന്ന് തോന്നുമ്പോഴത്തേക്കും നമുക്ക് ഇതിൻ്റെ അകത്തിട്ട് വെള്ളം ഒഴിച്ചിട്ട് കുടിച്ചാൽ മതി. നല്ല ചൂടുണ്ട് ഗൈസ്, കൈ പൊള്ളി. നല്ല ചൂടുണ്ട് ഗൈസ്. അപ്പോൾ നമുക്ക് നമ്മുടെ ചായ റെഡിയായി. അപ്പോൾ എന്തായാലും ഗൈസ്, നമുക്ക് നമ്മുടെ ചായ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. പഞ്ചസാര കുറച്ച് കുറവാന്നേ ഉള്ളൂ. നല്ല ചൂടുണ്ട് ഗൈസ്. അപ്പം ഇതൊന്ന് ആറിട്ട് എനിക്ക് കുടിക്കാനുണ്ട്. അപ്പം അടുത്ത് ഞാൻ എന്താ ട്രൈ ചെയ്യേണ്ടതെന്ന് നിങ്ങൾ ജസ്റ്റ് ഒന്ന് താഴെ കമൻറ്റ് ചെയ്തേക്കണേ. അപ്പോൾ മനുചേട്ടൻ പറയണത് പോലെ, അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇഷ്ടപ്പെട്ടില്ലെങ്കിലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോയിൽ കാണുമ്പോൾ ടാറ്റാ, ബൈ.